യൂസേജ് ഓഫ് ഹാവ് ഹാഡ് ആൻഡ് ഹാസ് ഹാഡ്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹാവ് ഹാഡ് ആൻഡ് ഹാസ് ഹാഡ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് എന്നിവ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അറിയാവുന്ന, നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ഗോൺ എന്ന് വച്ചാൽ ഞാൻ പോയിട്ടുണ്ട് എന്നാണെന്ന് നമുക്കറിയാം. അതുപോലെ ഹി ഹാസ് ഗോൺ എന്ന് വച്ചാൽ അവൻ പോയിട്ടുണ്ട് എന്നാണെന്ന് നമുക്കറിയാം. അതായത് ഹാസ്, ഹാവ് എന്നീ ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ടെൻസ് ഏതാണെന്നും നമുക്കറിയാം. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. എങ്കിലും നമുക്ക് ഒന്നുകൂടി അത് പരിശോധിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. ഓക്സിലറി എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്. ഹാസ് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പവും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പവും വരുന്നു. അതിനുശേഷം വരുന്നത് വെർബാണ്. വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, V3 ഫോം. ഹാസ്, ഹാവ് എന്നിവ ഓക്സിലറി വെർബുകളായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സഹായക ക്രിയകൾ. ഇവിടെ ഇവയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. അതായത് ടെൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി നിലകൊള്ളുക മാത്രമാണ് ഇവ ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രസൻറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിൽ ഒരാൾ പറയുകയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ. അതായത് എപ്പോൾ പോയി എന്ന കാര്യത്തിന് പ്രസക്തിയില്ല. അതായത് വർഷങ്ങൾക്ക് മുമ്പാവാം, ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പാവാം പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ ആഴ്ചകൾക്ക് മുമ്പാവാം. അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെ പ്രസൻറ്റിൽ നമ്മൾ ഒരു സംഭവമായി കണക്റ്റ് ചെയ്യിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഹാവ്, ഹാസ് എന്നിവയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇവ ടെൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നവയാണ്. ഇനി ഹാവ്, ഹാസ് എന്നിവ മെയിൻ വെർബായും ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ഐ ഹാവ് എ കാർ. നമുക്കറിയാം എനിക്ക് ഒരു കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഹാവ്, ഹാസ് എന്നിവ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് ഇതിലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ മെയിൻ വെർബായി ഉണ്ട് എന്ന അർത്ഥത്തിലും ഹാവും ഹാസും ഉപയോഗിക്കാം. ഹാവ്, ഹാസ് എന്നിവ പല അർത്ഥങ്ങളിലും പല രീതികളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അവ കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് എന്നിവയിലേക്ക് കിടക്കാം. എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ്, ഓണർഷിപ്പ്, ഇൽനെസ്, ഫ്യൂച്ചർ, ഈറ്റിംഗ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കായി ഹാവ്, ഹാസ് എന്നിവ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ഈറ്റിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ തലങ്ങളിലും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈറ്റിംഗ് എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഹാവ് വെർബ് എന്ന നിലയിൽ കഴിക്കുക എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് എന്ന കാര്യം ഓർക്കുക. ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ട് എന്നാണെന്ന് നമുക്കറിയാം. ഇനി ഐ ഹാവ് ടേക്കൺ ഫുഡ് എന്ന് പറഞ്ഞാലും ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് തന്നെയാണ്. ഇവിടെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് V3 ഫോമിലാണ്. അതായത് ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ എന്ന രീതിയിൽ. അപ്പോൾ കഴിക്കുക എന്ന അർത്ഥത്തിൽ ഹാവ് എന്ന വെർബിനും 3 രൂപങ്ങളുണ്ട്: ഹാവ്, ഹാഡ്, ഹാഡ് എന്നിവ. ഇനി സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഹാവ് ഇവിടെ ഓക്സിലറി വെർബായും ഈറ്റൻ എന്ന വെർബ് അതിൻ്റെ V3 ഫോമിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഈറ്റൻ എന്ന വെർബിൻ്റെ V3 ഫോമിന് പകരമായി ഹാവിൻ്റെ V3 ഫോമായ ഹാഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ഐ ഹാവ് ഹാഡ് ഫുഡ് എന്നാവും. ഐ ഹാവ് ഹാഡ് ഫുഡ്. ഇനി അവൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയണമെങ്കിലോ ഹി ഹാസ് ഹാഡ് ഫുഡ്. പക്ഷേ ഇത് കറക്റ്റാണ്, പക്ഷേ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് പാസ്റ്റിൽ എപ്പോഴോ നടന്ന ഒരു സംഭവത്തെ പ്രസൻറ്റുമായി കണക്റ്റ് ചെയ്യിക്കാനാണ് ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറയുന്നത്. എന്നാൽ റീസെൻറ്റ് പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെ പ്രസൻറ്റുമായി കണക്റ്റ് ചെയ്യിക്കാനാണ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഉപയോഗിക്കുന്നത്.
നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിവാഹത്തിന് പോയി എന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറയുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മൾ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഭക്ഷണത്തിന് ശേഷം നമ്മൾ സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുന്നു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സുഹൃത്ത് വിവാഹത്തിന് വരുന്നു എന്ന് വിചാരിക്കുക. അവൻ വരുമ്പോഴും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇനി അവനും ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ അടുത്ത് വന്ന് അവൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ മൂന്നാമത് മറ്റൊരു സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന്. അതായത് ഹാവ് യു ഈറ്റൻ എന്ന്. ആദ്യം ഭക്ഷണം കഴിച്ചയാളായ ഞാൻ ഐ ഹാവ് ഈറ്റൻ എന്ന് പറയണം. എന്നാൽ രണ്ടാമത് ഭക്ഷണം കഴിച്ച നിങ്ങൾ പറയേണ്ടത് ഐ ഹാവ് ഹാഡ് ഫുഡ് എന്നാണ്. ഐ ഹാവ് ഹാഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിങ്ങെഴുന്നേറ്റതേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് റീസെൻ്റ് പാസ്റ്റിലുണ്ടായ ഒരു സംഭവത്തെ പ്രസൻറ്റുമായി കണക്റ്റ് ചെയ്യുവാനാണ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് എന്നിവ ഉപയോഗിക്കുന്നത്. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഐ ഹാവ് എ ഫീവർ എന്ന് വെച്ചാൽ എനിക്ക് പനിയുണ്ട് എന്നാണെന്ന് നമുക്കറിയാം. ഇനി എനിക്ക് പനി ഉണ്ടായിരുന്നു, അതായത് പനിയിൽ നിന്നും പൂർണ്ണമായും മുക്തനായി, അതായത് പൂർണ്ണമായും മാറി ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി. ആ സമയത്ത് നമ്മളെങ്ങനെയാണ് പറയുക? ഐ ഹാഡ് എ ഫീവർ. എന്നാൽ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് എനിക്ക് പനിയുണ്ട്, ഐ ഹാവ് എ ഫീവർ. എനിക്ക് പനി ഉണ്ടായിരുന്നു, അതായത് പനിയെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനായി എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ ഹാഡ് എ ഫീവർ എന്ന്. ഇനി ഇതിനിടയിലുള്ള അവസ്ഥ, അതായത് പനിയൊക്കെ മാറി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മരുന്നൊക്കെ കഴിച്ച് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് നമ്മളോട് മറ്റൊരാൾ ചോദിക്കുകയാണ് എന്താണ് പറ്റിയതെന്ന്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഐ ഹാവ് ഹാഡ് എ ഫീവർ എന്ന് വെച്ചാൽ എനിക്ക് ഒരു പനി ഉണ്ടായിരുന്നു, അതിൻ്റെ വിഷമങ്ങൾ ഇപ്പോഴും എന്നിലുണ്ട് എന്ന ഒരു അർത്ഥം അതിലുണ്ട്. അപ്പോൾ റീസെൻ്റ് പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പ്രസൻറ്റുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് പറയാനാണ് ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് എന്നിവ ഉപയോഗിക്കുന്നത്. ഹി ഹാസ് ഹാഡ് എ ബാഡ് ആക്സിഡൻറ്റ്. ഇനി നമ്മുടെ ഒരു സുഹൃത്ത് രാവിലെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അകലേന്ന് വരികയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അവന് എന്താണ് പറ്റി, ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് മറുപടി നൽകുകയാണ്, ഹി ഹാസ് ഹാഡ് എ ബാഡ് ആക്സിഡൻറ്റ്. അതായത് ചെറിയ മുട്ടലും തട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് പൂർണ്ണമായും ഭേദമാകുന്നത് വരെ എങ്ങനെ പറയും? ഹി ഹാസ് ഹാഡ് എ ബാഡ് ആക്സിഡൻറ്റ് എന്ന് പറയും. പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ എന്ത് പറയും? ഹി ഹാഡ് എ ബാഡ് ആക്സിഡൻറ്റ് എന്ന് പറയും. അപ്പോൾ ഹാസ് ഹാവ്, ഹാഡ് ഹാവ് എന്നിവയുടെ ഉപയോഗം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.